നമസ്കാരം. പ്ലസ് 1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന ടോപ്പിക്കാണ്. പൊട്ടൻഷ്യൽ എനർജി എന്താണ് എന്ന് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നോക്കാം. Gravitational potential energy at a point is defined as the work done in moving an object from infinity to that point. Okay? അതായത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയിലെ ഡെഫിനേഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് അറ്റ് എ പോയിൻറ്റ്, ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റ് വേരീസ് ഫ്രം പോയിൻറ്റ് ടു പോയിൻറ്റ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? ഒരു ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്കാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്നറിയപ്പെടുന്നത്. ഇൻഫിനിറ്റി മീൻസ് ഫാർ അവേ ഡിസ്റ്റൻസ്, വളരെ വളരെ ദൂരെയുള്ള ഒരു പോയിന്റിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക്, അതായത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്ന ഒരു പോയിന്റിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്ക്. ആ ഒരു വർക്കിനെയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു എക്സ്പ്രഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്ന് നോക്കാം. നോക്കൂ, സപ്പോസ് ദിസ് ഇസ് ആർ എർത്ത്. ഇതാണ് സെൻറ്റർ ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ മാസ് ME എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതുപോലെ റേഡിയസ് RE എന്ന് അസ്യൂം ചെയ്യാം. സപ്പോസ് യു ഹാവ് എ മാസ്, ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് സ്മോളർ. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റിനെ സപ്പോസ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിക്കാം. ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. നമുക്ക് കൊണ്ടുവരേണ്ട പോയിന്റ് P ആണ്. ഇൻഫിനിറ്റിയിൽ നിന്ന് Pയിലേക്കാണ് ഒബ്ജക്റ്റ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിൽ കൺസിഡർ ആസ് ഡിസ്റ്റൻസ് x. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കുമ്പോൾ, x എന്ന ഡിസ്റ്റൻസിലായിരിക്കുമ്പോൾ, വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദിസ് മാസ്? ദറ്റ് ഈസ് G_ME m ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഫോഴ്സ് നമുക്കറിയാം G_mm/r² എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ഇവിടെ G_ME മാസ് ഓഫ് ദ എർത്ത്, m മാസ് ഓഫ് ദി ബോഡി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു, അത് x ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഒബ്ജക്റ്റിനെ കൊണ്ടുവരാൻ നമുക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ ഒബ്ജക്റ്റ് ആയിരിക്കുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതായിരിക്കും, G_ME m/x². ഓക്കെ, സപ്പോസ് we are moving that object by a small distance dx. Okay, what is the work done? The work done to move the mass through a small distance dx, it is given by dw equal to f dx. സാധാരണ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന അതേ സ്റ്റെപ്പ് തന്നെയാണ്. dw equal to f dx. എഫ് എന്താണ്? ഈ ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. സോ G_ME m/x² dx. ഇതാണ് ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് dx എന്ന ഒരു സ്മോൾ ഡിസ്റ്റൻസിലൂടെ ഈ ഒബ്ജക്റ്റിന് എർത്തിനടുത്തേക്ക് മൂവ് ചെയ്യാൻ ചെയ്യുന്ന വർക്ക് ഡൺ, G_ME m/x² dx. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ് P, ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്ന് R ഡിസ്റ്റൻസിലേക്ക് ഈ ഒബ്ജക്റ്റ് കൊണ്ടുവരാൻ വാട്ട് ഈസ് ദ വർക്ക് ഡൺ, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കും? ഇതൊരു സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ്. നമുക്കറിയാം വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ ഓരോ പോയിന്റിലും ഫോഴ്സ് വ്യത്യാസമാണ്. കാരണം എന്താ? ഈ ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് ഫോഴ്സ് വേരി ചെയ്യും. G_ME m/x² ആണ്. അപ്പോൾ എക്സിൻ്റെ പൊസിഷൻ മീൻസ് ഈ വാല്യൂ എക്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ചേഞ്ച് ചെയ്യും. മാസ് ഇവിടെ നിന്ന് കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങിയാൽ അവിടെ വീണ്ടും എക്സ് ചേഞ്ച് ചെയ്യും, ഫോഴ്സും ചേഞ്ച് ചെയ്യും. ഓക്കെ, ഓരോ പോയിന്റിലും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ് എന്ന ഒരു കൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ, ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ വർക്ക് ഡൺ ടു മൂവ് ദി മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ് P which is at a distance R. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? W is integral dw.
Okay, integral dw, that is integral from infinity to r, limits of integration. Infinity നിന്നാണ് കൊണ്ടുവരുന്നത് r ഡിസ്റ്റൻസിലേക്ക്. So infinity to r g me m divided by x square dx. ഇനി as usual ഇൻ്റഗ്രേഷൻ്റെ സ്റ്റെപ്സ് ആണ്, ശ്രദ്ധിക്കാം. So w equal to കോൺസ്റ്റൻസ് ഒക്കെ പുറത്തേക്ക് എടുക്കാം. ഇവിടെ വേരിയബിൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എക്സ് ആണ്, ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് വേരിയേഷൻ വരാത്ത ക്വാണ്ടിറ്റീസ് ആണ് ജി എം ഇ എം, അതൊക്കെ നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുക്കാം. സോ ജി എം ഇ എം ഇൻറ്റു ഇൻ്റഗ്രൽ ഫ്രം ഇൻഫിനിറ്റി ടു ആർ 1/x square dx. Okay, that is gmem into integral from infinity to r x raised to minus 2 dx. 1/x square എന്നുള്ളതാണ് x raised to minus 2 എന്ന് എഴുതിയത്. സോ ഇൻ്റഗ്രൽ x raised to minus 2 dx. എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല മുമ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ x raised to n dx ഈക്വൽ ടു x raised to n+1 ഡിവൈഡഡ് ബൈ n+1. ഈ ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ജി എം ഇ എം ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു -2 ആണ്, എന്നിന് പകരം -2. സോ എക്സ് റൈസ് ടു -2 + 1 ഡിവൈഡഡ് ബൈ -2 + 1 n+1, എക്സ് റൈസ് ടു n+1 ബൈ n+1 ആണ്. അപ്പോൾ ഇവിടെ എക്സ് റൈസ് ടു -2 + 1 ഡിവൈഡഡ് ബൈ -2 + 1. സോ എക്സ് റൈസ് ടു -1 divided by -1. -2 + 1 എന്ന് പറയുമ്പോൾ -1. So x raised to -1 by -1 from infinity to r. That is ഈ മൈനസ് സൈൻ ഇവിടേക്ക് എടുത്തു നമ്മൾ. സോ മൈനസ് ജി എം ഇ എം ഇൻറ്റു എക്സ് റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/x എന്ന് എഴുതാം അല്ലേ. എക്സ് റൈസ് ടു -1 is 1/x. സോ 1/x ഫ്രം ഇൻഫിനിറ്റി ടു ആർ. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ചെയ്യുന്നത് എന്താണ്? ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഏത് പൊസിഷനിൽ നിന്ന് ഏത് പൊസിഷനിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനനുസരിച്ച് ഇവിടെ യു ക്യാൻ അപ്ലൈ ദ ലിമിറ്റ്സ്. ഇപ്പോൾ R1 to R2 ആണെങ്കിൽ ഇനി എന്ത് ചെയ്യുക? ഇവിടെ ലോവർ ലിമിറ്റ് R1, അപ്പർ ലിമിറ്റ് R2 എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി 0 to R ആണെങ്കിൽ ഇവിടെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് R. അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് ഏത് പൊസിഷനിൽ നിന്ന് ഏത് പൊസിഷനിലേക്കുള്ള വർക്കാണ് കണ്ടെത്തേണ്ടത്, അതിനനുസരിച്ച് യു ക്യാൻ അപ്ലൈ ദ ലിമിറ്റ്സ്. സോ ഹിയർ ദ ലിമിറ്റ്സ് ആർ ഇൻഫിനിറ്റി ആൻഡ് ആർ. എങ്ങനെയാണ് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാൻ നോക്കാം. സോ മൈനസ് ജി എം ഇ എം ഇൻറ്റു ഇവിടെ നമുക്കുള്ളത് 1/x ആണ്. ഓക്കെ, സോ 1/r മൈനസ് 1/∞. എക്സിന് പകരം ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു r മൈനസ് വീണ്ടും 1/x, അവിടെ എക്സിന് പകരം ഇൻഫിനിറ്റി. സോ 1/r മൈനസ് 1/∞. ഈ രീതിയിലാണ് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് ആദ്യം അപ്ലൈ ചെയ്യുക മൈനസ് ലോവർ ലിമിറ്റ്. സോ ദ ഇക്വേഷൻ ബിക്കംസ് w ഈക്വൽ ടു മൈനസ് ജി എം ഇ എം ബൈ ആർ. എന്തുകൊണ്ടാണ്? 1/∞ 0 ആണ്. Okay, 1/∞ is 0. So you'll get minus gmem by r, and this work done will be stored as the gravitational potential energy of the body. Bodyയുടെ gravitational potential energy ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു ഈ വർക്ക് ഡൺ, ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ u. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ u ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സോ ഇറ്റ് ഈസ് u. അപ്പോൾ ദ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി can be written as u equal to minus gmem divided by r. ഇതാണ് if you are bringing an object of mass m from infinity to a point r, okay, then the gravitational potential energy is given by minus gmem by r. Now we'll consider another quantity known as gravitational potential. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി നോക്കുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിനോട്ടഡ് ബൈ വി. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിൻറ്റ്. ഓക്കെ, യൂണിറ്റ് മാസ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ഡണ്ണാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു? work done to bring mass m. Okay,
എം മാസ്സുള്ള ഒരു ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിൽ നിന്നൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ആണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അതേസമയം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്താണ്? യൂണിറ്റ് മാസ്സുള്ള ഒരു ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ. സോ ദ ഇക്വേഷൻ ഈസ് വി ഈക്വൽ ടു യു ബൈ എം അല്ല, എം മാസ് ഉള്ളതിന് ഇത്രയുമാണ് വർക്ക് ഡൺ. അങ്ങനെയാകുമ്പോൾ യൂണിറ്റ് മാസ് ഉള്ളതിൻ്റെ കിട്ടാൻ എന്താ ചെയ്യുക? എം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. ഇപ്പോൾ 5 കിലോഗ്രാം മാസ് കൊണ്ടുവരാൻ ഇതാണ് വർക്ക് ഡൺ. അങ്ങനെയെങ്കിൽ 1 കിലോഗ്രാം മാസ് കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ എന്തായിരിക്കും? ഇത് ഡിവൈഡഡ് ബൈ 5 ആ രീതിയിലാണ്. അപ്പോൾ വി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വി ഈക്വൽ ടു യു ബൈ എം, ദാറ്റ് ഈസ് മൈനസ് ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, I will consider a special case. എന്താണ്? ഇഫ് ദ ബോഡി ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം R1 ടു R2. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന പൊസിഷൻ, ഇനീഷ്യൽ പൊസിഷൻ R1 ആണെന്ന് വിചാരിക്കുക, ഫൈനൽ പൊസിഷൻ R2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ മൈനസ് ജി എം ഇ എം ഇൻറ്റു അവിടെ R1 ടു R2 എന്നായിരിക്കും ലിമിറ്റ്സ് വരിക അല്ലേ. അപ്പോൾ അപ്പർ ലിമിറ്റ് R2 മൈനസ് ലോവർ ലിമിറ്റ് R1. സോ 1/R2 മൈനസ് 1/R1. ഫൈനൽ ഇക്വേഷനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നമുക്ക് കിട്ടിയ ഇൻ്റഗ്രേഷൻ ചെയ്ത് കിട്ടിയ ഇക്വേഷൻ സെയിം ആണ്, അതിൽ ലിമിറ്റ്സ് മാത്രം മാറുന്നു. R1 ടു R2 ആയി മാറുന്നു. അപ്പോൾ അപ്പർ ലിമിറ്റ് R2 ആണല്ലോ. സോ 1/R2 മൈനസ് ലോവർ ലിമിറ്റ് R1. സോ 1/R1. അപ്പോൾ മൈനസ് ജി എം ഇ എം ഇൻറ്റു 1/R2 മൈനസ് 1/R1. ഇവിടെ ഇതൊന്ന് നമുക്ക് തിരിച്ചെഴുതാം. അതായത് 1/R2 മൈനസ് 1/R1 എന്നുള്ളത് 1/R1 മൈനസ് 1/R2 എന്ന് എഴുതുമ്പോൾ ഈ നെഗറ്റീവ് സൈൻ പോസിറ്റീവ് ആവും അല്ലേ. ഇവിടെ നിന്ന് നെഗറ്റീവ് പുറത്തേക്ക് എടുക്കുക, ഈ ബ്രാക്കറ്റിനുള്ളിൽ നിന്ന് നെഗറ്റീവ് സൈൻ പുറത്തേക്ക് എടുക്കുന്നു എന്ന് വിചാരിക്കുക. സോ ഇത് പോസിറ്റീവായി ജി എം ഇ എം ഇൻറ്റു, അപ്പോൾ ഇവിടെ ഉള്ളിൽ നേരെ തിരിച്ചിട്ടല്ലേ വരിക. സോ 1/R1 മൈനസ് 1/R2. So the equation for gravitational potential energy, if the body is displaced from any position R1 to any other position R2, then it is GMEM into 1/R1 minus 1/R2. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഏതൊരു സിറ്റുവേഷനിലും ഇത് അപ്ലൈ ചെയ്യാൻ കഴിയും. ഓക്കെ, ഏത് പൊസിഷൻ ആയിരുന്നാലും between any two positions, if you want to find out the gravitational potential energy, you can use this formula GMEM into 1/R1 minus 1/R2. Now consider another case, case 2. Gravitational potential energy near the surface of Earth. എർത്തിൻ്റെ സർഫസിന് അടുത്തുള്ള ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? അവിടെ R1 എന്നത് ആർന്നെടുക്കാം, സോറി RE. ഓക്കെ, റേഡിയസ് ഓഫ് ദ എർത്ത്. അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു ഹൈറ്റിലേക്ക് ബോഡി ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, സോ R1 ഈക്വൽ ടു RE, R2 ഈക്വൽ ടു RE പ്ലസ് H. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, കൺഫ്യൂഷൻ ആവരുത്. R1 എന്നത് റേഡിയസ് ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബോഡി ഈസ് ഇനീഷ്യലി ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ സർഫസിലാണ് ബോഡി ഉള്ളത്. അവിടെ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് എടുക്കുന്നു, ഒരു ഹൈറ്റ് Hലേക്ക്. അപ്പോൾ R2 എന്നത് RE പ്ലസ് H. ഓക്കെ, എർത്തിൻ്റെ സർഫസിൽ നിന്നൊരു ഹൈറ്റിലേക്ക് ബോഡി ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് മുമ്പ്. അതിലേക്ക് തന്നെ എത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ R1 ഈക്വൽ ടു RE, R2 ഈക്വൽ ടു RE പ്ലസ് H. സോ U ഈക്വൽ ടു സെയിം ഫോർമുല നമ്മൾ യൂസ് ചെയ്യാം, സെയിം ഫോർമുല GMEM ഇൻറ്റു 1/R1, അപ്പോൾ 1/RE മൈനസ് 1/R2, 1/RE പ്ലസ് H. സിംപ്ലിഫൈ ചെയ്യാം. GMEM ഇൻറ്റു ഇവിടെ ന്യൂമറേറ്ററിൽ RE പ്ലസ് H മൈനസ് RE ഡിവൈഡഡ് ബൈ RE ഇൻറ്റു RE പ്ലസ് H. Now, if H is very small compared to RE, അതായത് നമ്മൾ കൊണ്ടുപോകുന്ന ഈ ബോഡി കൊണ്ടുപോകുന്ന ഹൈറ്റ് റേഡിയസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെങ്കിൽ, റേഡിയസ് ഏകദേശം 6400 കിലോമീറ്റേഴ്സ്, മെനി തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സാണ്. നമ്മൾ ഈ കൊണ്ടുപോകുന്ന ഹൈറ്റ് ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ ഒക്കെയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 50 മീറ്റർ ഒക്കെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഓക്കെ, ഒരു 100 മീറ്റർ ഹൈറ്റിലേക്കാണ് ബോഡി കൊണ്ടുപോകുന്നതെങ്കിൽ, അപ്പോൾ ഇങ്ങനെ ചെറിയ ഹൈറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇഫ് H ഇസ് വെരി വെരി സ്മോൾ കമ്പയർഡ് ടു RE, ദെൻ RE പ്ലസ് H നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് RE എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 6000 കിലോമീറ്റേഴ്സ് പ്ലസ് 100 മീറ്റർ എന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാവുന്നില്ലല്ലോ.
അതുകൊണ്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് ആർ എന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ? യു ഈക്വൽ ടു ജി എം ഇ എം ഇൻറ്റു എച്ച് ബൈ, ഇവിടെ ആർ ഇ പ്ലസ് ആർ ഇ മൈനസ് ആർ ഇ ക്യാൻസൽ ചെയ്യും, പിന്നെ എച്ച് ആണ് ഉണ്ടാവുക. എച്ച് ബൈ താഴെ ആർ ഇ പ്ലസ് എച്ചിന് പകരം ആർ ഇ തന്നെ കൺസിഡർ ചെയ്യും. സോ ആർ ഇ സ്ക്വയർ ഈക്വൽ ടു എം ജി എച്ച്. എങ്ങനെയാണ് എം ജി എച്ച് കിട്ടിയത്? സ്മോൾ ജി എന്ന് പറയുന്നത് ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ സ്ക്വയർ ആണ് അല്ലേ? ജി എം ഇ ഇവിടെയുണ്ട് ജി എം ഇ ബൈ ആർ ഇ സ്ക്വയർ, അതിന് പകരം സ്മോൾ ജി യൂസ് ചെയ്യുന്നു. ബാക്കിയുള്ളത് അതുപോലെ തന്നെ എം ജി എച്ച്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ മുമ്പ് എഴുതിയിട്ടുള്ളതാണ്, മുമ്പ് കിട്ടിയിട്ടുള്ളതാണ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ജനറൽ എക്സ്പ്രഷൻ കിട്ടിയ ആദ്യം എനി ടു പൊസിഷൻ R1 R2 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ജി എം ഇ എം ഇൻറ്റു 1/R1 മൈനസ് 1/R2. ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തത്. ബോഡി ഈസ് ടേക്കൺ ഫ്രം, എനി ബോഡി ഈസ് ടേക്കൺ ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ടു എ ഹൈറ്റ് എച്ച് ആകുമ്പോൾ ആർ ഇ ടു ആർ ഇ പ്ലസ് എച്ച്. അവിടെ നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ജി എം ഇ എം ഇൻറ്റു 1/RE മൈനസ് 1/RE പ്ലസ് എച്ച്. സിംപ്ലിഫൈ ചെയ്യുന്നു. ജി എം ഇ എം ഇൻറ്റു ആർ ഇ പ്ലസ് എച്ച് മൈനസ് ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ഇ ഇൻറ്റു ആർ ഇ പ്ലസ് എച്ച്. Then if you are taking small heights of the order of meters, അങ്ങനെ ചെറിയ ഹൈറ്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, റേഡിയസ് ഓഫ് എർത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഹൈറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആർ ഇ പ്ലസ് എച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ആർ ഇ. വളരെ ചെറിയ വാല്യൂ ആണെങ്കിൽ എച്ച് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഇക്വേഷൻ ബിക്കംസ് ജി എം ഇ എം ഇൻറ്റു, ഇവിടെ പ്ലസ് ആർ ഇ മൈനസ് ആർ ഇ ക്യാൻസൽ ചെയ്യും, എച്ച് മാത്രമാണ് ഉണ്ടാവുക. സോ ജി എം ഇ എം ഇൻറ്റു എച്ച് ബൈ ആർ ഇ സ്ക്വയർ, that is mgh, where g equal to gme divided by re square. Okay, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ, അതായത് വർക്ക് ഡൺ ടു ബ്രിങ് എ ബോഡി ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിൻറ്റ്, അതാണ് ആദ്യം ചെയ്തത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ദെൻ അത് എനി ടു പൊസിഷൻ, ഏത് രണ്ട് പൊസിഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും യു ക്യാൻ യൂസ് ദാറ്റ് ഫോർമുല. ദെൻ ഇഫ് യു ആർ ടേക്കിംഗ് എ ബോഡി from the surface of the earth to a height h. Okay, ഒരു ബോഡി എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു ഹൈറ്റ് എച്ചിലേക്ക് ഉയർത്തുകയാണെങ്കിൽ ആ കേസിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എം ജി എച്ച് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഡെറിവേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thank you.